തന്റെ ടെക്സ്റ്റൈൽ ബിസിനസ് ക്വിറ്റ് ചെയ്തൊരു ജ്വല്ലറി വ്യാപാരി 100 കിലോമീറ്റർ അപ്പുറത്ത് നടന്ന ഒരു ബ്ലാസ്റ്റ് തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു വിചാരിച്ചു കാണും. ഇൻ 1998 കോയമ്പത്തൂരിൽ ഒരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. ഇതിന്റെ പേടി കാരണം അടുത്ത് പാലക്കാടുള്ള ആളുകൾ പുറത്തോട്ട് പോലും ഇറങ്ങാൻ പോയിരുന്നു. പാലക്കാട് നിന്നുള്ള കസ്റ്റമേഴ്സ് തന്റെ തൃശ്ശൂരുള്ള 4000 സ്ക്വയർ ഫീറ്റ് ജ്വല്ലറിയിലേക്ക് വരാതെയായി. ബാക്കി എല്ലാ ജ്വല്ലറികളിലും ബ്രോഷറിൽ നോക്കി സെലക്ട് ചെയ്യേണ്ടി വന്നപ്പോൾ ഇവിടെയാണ് ആദ്യമായി ആളുകൾക്ക് ജ്വല്ലറി സെലക്ട് ചെയ്യാനായി ഡിസ്പ്ലേക്ക് വെച്ച് തുടങ്ങിയത്. കസ്റ്റമേഴ്സ് പറഞ്ഞതോടെ ബിസിനസ് സ്ട്രഗിൾ ചെയ്തു. എന്താ ചെയ്യേണ്ടതെന്നറിയാതെയായി. പക്ഷെ എല്ലാവരും അതിനൊരു പ്രതിസന്ധിയായിട്ട് കണ്ടപ്പോൾ അയാൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. പാലക്കാടുള്ള ആളുകൾ അവിടെ ഒരു സ്റ്റോർ തുറക്കാനായി ആവശ്യപ്പെട്ടു. ആൻഡ് ഹി ടുക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. അങ്ങനെ 7 വർഷം ഒരൊറ്റ സ്റ്റോറിൽ ഓപ്പറേറ്റ് ചെയ്ത ആള് പാലക്കാട് ഒരു സെക്കൻഡ് സ്റ്റോർ ഓപ്പൺ ചെയ്തു. ആൻഡ് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ ഗെയിം ചേഞ്ചർ. വിശ്വാസം അതല്ലേ എല്ലാം. യെസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് TS കല്യാണരാമനെ പറ്റിയാണ്. ദ മാൻ ഹു ബിൽഡ് ദ ബ്രാൻഡ് കല്യാൺ ജ്വല്ലേഴ്സ്. ആസ് ഓഫ് നവംബർ 2024 കല്യാണിന് 6% മാർക്കറ്റ് ഷെയറും 1325 ഷോറൂമുകളും ഗ്ലോബലി ഉണ്ട്. 5 കൺട്രികളിലായിട്ടുള്ള ബ്രാൻഡിന്റെ സക്സസിന്റെ ഒരു പ്രധാന കാരണം ഹൈപ്പർ ലോക്കൽ സ്ട്രാറ്റജിയാണ്. ഓരോ മാർക്കറ്റിനും ചേരുന്ന യുണീക് ജ്വല്ലറി ക്രിയേറ്റ് ചെയ്ത ഈ അപ്രോച്ച് ബ്രാൻഡിനെ വിചാരിക്കാത്ത ഉയരങ്ങളിൽ എത്തിച്ചു. കസ്റ്റമേഴ്സിന് ട്രാൻസ്പെറൻസിക്ക് വേണ്ടി ഡീറ്റെയിൽഡ് പ്രൈസ് ടാഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വൺ ഓഫ് ദ ഫസ്റ്റ് ജ്വല്ലേഴ്സ് ആയിരുന്നു അവർ. ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ കസ്റ്റമർ സർവീസ് സെന്റർ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരായിരുന്നു അണ്ടർ മൈ കല്യാൺ ബ്രാൻഡ്. ചേഞ്ചസിന് നോ പറയാത്ത കല്യാൺ 2017 മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള കാൻഡിയർ എന്ന് പേരുള്ള ഒരു ഓൺലൈൻ ജ്വല്ലറി ബ്രാൻഡുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്ത് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് 75,346 കോടി വാല്യൂഷനിലുള്ള കല്യാണിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എല്ലാ ഇൻഡസ്ട്രീസിലും ടോപ്പ് ആക്ടേഴ്സ് ആണ്. പിന്നെ നിങ്ങൾക്കറിയോ, കല്യാൺ മൾട്ടി ബാഗർ സ്റ്റോക്കായ ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ജ്വല്ലറി കമ്പനിയാണ്, സ്കൈ റോക്കറ്റിംഗ് 887% സിൻസ് IPO. അപ്പൊ ഈ കഥ പ്രൂവ് ചെയ്യുന്നത് വീഴ്ചകളല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്, ആ വീഴ്ചകൾ നിങ്ങളുടെ സക്സസിന്റെ ചവിട്ടുപടികളാണ്.